വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. നമ്മളിന്ന് കാണുന്നത് ജോർജറ്റ് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ജോർജറ്റ് കുർത്തീസ് എന്നോ ടോപ്സ് എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന പാറ്റേൺ, ഫ്രോക്ക് പോലെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന പാറ്റേണാണ് കാണിക്കുന്നത്. ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. ഫസ്റ്റ് വൺ വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. മിഡിൽ പോർഷനിൽ പിൻ ടക്സ് കൊടുത്തിട്ട് ഈ ഒരു പോർഷനിൽ ചെറിയ പ്ലേറ്റിംഗ് വന്നിട്ടുള്ള എ ലൈൻ പാറ്റേൺ വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് വന്നിരിക്കുന്ന വർക്ക്. നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ. ഇതുപോലെ നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ്ങുമാണ്. കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ത്രെഡ് വർക്ക്, ഹാൻഡ് വർക്കും ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു വർക്ക് വന്നിട്ടുള്ള സെറ്റ്. നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഇന്നർ പോർഷനിൽ സീം എലവൻസ് ഒക്കെ ഇട്ടിട്ട് ചെയ്തേക്കുന്ന ഫിനിഷിങ് സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുള്ള കുർത്തീസാണ്. റേറ്റ് വരുന്നത് 1195 ആണ്. സ്ലീവ്സിൻ്റെ എൻ പോർഷനിലുള്ള വർക്ക് കണ്ടോ, ഒരു റൗണ്ട് ഷേപ്പിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. ഹാൻഡ് വർക്കാണ്, ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് എ ലൈൻ, ഒരു ഫ്രോക്ക് പോലെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പാണ്. 38 to 44 അല്ലെങ്കിൽ ചിലതിൻ്റെ 46 കൂടി ഈ ഒരു ബ്രാൻഡിൽ വരുമ്പോൾ 46 ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ 46 കൂടി ഉണ്ടാവും. നോക്കിയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. 1195 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഷെയ്ഡ് കേട്ടോ, ഒരു ഡസ്റ്റി ഓറഞ്ച് ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ട് ഈ ഷെയ്ഡ് കാണാനായിട്ട്. നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ യോക്കിൽ പിൻടക്സ് കൊടുത്തിട്ട് നല്ല രസമുള്ള നെക്ക് പാറ്റേൺ. ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. നല്ല നീറ്റ് ഫിനിഷിൽ ചെയ്തിട്ടുള്ള വർക്കുമാണ് കേട്ടോ. അതാ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സും കട്ട് ബീഡ്സും വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. 1195 ആണ് റേറ്റ്. ഫ്രോക്ക് പോലെ വെയർ ചെയ്യാൻ പറ്റിയ ടോപ്പ്. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് കേട്ടോ, വിത്തൗട്ട് പ്ലീറ്റ്സ് ആണ്, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത്. ഫ്രോക്ക് പോലെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ള ടോപ്പ്. അഥവാ നിങ്ങൾക്ക് ബോട്ടം പെയർ ചെയ്യണമെങ്കിൽ ആങ്കിൾ ലെങ്ത്തിൻ്റെ കൂടെ പെയർ ചെയ്താലും നല്ലതാണ്. സ്ലീവ്സിനെല്ലാം ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. 38 to 46 സൈസാണ് അവൈലബിൾ. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കോളർ നെക്ക് പാറ്റേൺ ആണ് കേട്ടോ. കോളർ നെക്ക് പാറ്റേൺ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വൺ സൈഡ് നല്ല രസമുള്ള വർക്കും സ്ലീവ്സിലും വർക്ക് വന്നിട്ട് വർക്കിൻ്റെ ക്ലോസ് ഞാൻ കാണിക്കാം. ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്രഞ്ച് നോട്ട്സും കട്ട് ബീഡ്സും വെച്ചിട്ടുള്ള തിക്കായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തേക്കുന്ന ഫിനിഷിങ്ങോടുകൂടി ചെയ്തേക്കുന്ന വർക്കാണ് കേട്ടോ. സ്ലീവ്സിന് ഉള്ളതുപോലെ തന്നെ വർക്ക് ഉണ്ട്. ഫുൾ കോളർ വന്നിട്ട് വി നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺ ആണ്. 1195 ആണ് റേറ്റ്. ഒരു സ്ട്രെയിറ്റ് കട്ടാണ്, സ്ലിറ്റഡ് ആണ് വരുന്നത്. 38 to 46 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഔട്ട്ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട് വർക്കാണ്. 1195 ആണ് റേറ്റ്. വൺ സൈഡിൽ ഇതുപോലെ തിക്കായിട്ടുള്ള വർക്ക്. സ്ലീവ്സിൻ്റെ എൻഡിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. സെൽഫ് പൈപ്പിംഗ് സ്ലീവ്സിൻ്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. കോളറിൻ്റെ ഒക്കെ വന്നിട്ട് വി നെക്ക് പാറ്റേൺ ചെയ്തേക്കുന്നത്. സ്ലിറ്റഡ് സ്ട്രെയിറ്റ് കട്ടാണ് വരിക. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ്. 38 to 46 സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് പിങ്ക് ബോട്ടം വേണമെങ്കിൽ പെയർ ചെയ്യാം. ഇതിൽ പിങ്കും റെഡും കൂടി ചേർന്നിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ബ്ലാക്ക് ബോട്ടം പെയർ ചെയ്താലും ഭംഗിയാണ്. സ്ട്രെയിറ്റ് പാൻറ് ഇട്ടാലും ഒക്കെ നന്നായിട്ട് മാച്ചായി പോകും. നല്ല ക്ലാസി ആയിട്ടുള്ള പാറ്റേണുമാണ് കേട്ടോ. ഇങ്ങനെ ഔട്ട്ലുക്ക് വരിക. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. എല്ലാം നല്ല ഷെയ്ഡ്സ് മാത്രം നോക്കി നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തേക്കുന്ന കുർത്തീസാണ്. കോളർ നെക്ക് വന്നിട്ട് വി നെക്ക് പാറ്റേൺ. ഈ പാറ്റേൺ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു വർക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ വർക്ക് ഇപ്പോൾ ചെയ്തേക്കുന്നത്. നല്ല രസമുള്ള തിക്കായിട്ട് വർക്ക്, ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. നല്ല ഫിനിഷിങ് സ്റ്റിച്ചിങ്ങാണ് വന്നേക്കുന്നത്. സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ ജോർജറ്റ് ഫാബ്രിക് ആണ് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. നിങ്ങൾക്കത് കൈ കെട്ടിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും. ജോർജറ്റിൽ തന്നെ പല വേരിയൻറ്റ് ഫാബ്രിക്സ് വരും. ഇതിൽ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് വെച്ച് ചെയ്തേക്കുന്നത്. 1199 ആണ് റേഞ്ച്. അതുകൊണ്ടാണ് ആ ഒരു റേഞ്ച് വന്നേക്കുന്നത്. വർക്കാണെങ്കിലും നല്ല ഭംഗിയിലുള്ള വർക്ക്. ഇതുണ്ടോ, നല്ല തിക്കായിട്ടാണ് ആ വർക്ക് പോയേക്കുന്നത്. ത്രെഡ് വർക്കും കട്ട് ബീഡ്സും ഒക്കെ തിക്കായിട്ട് ചെയ്തേക്കുന്നത്. സ്ട്രെയിറ്റ് കട്ട് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവ്സിന് ഇതുപോലെ വർക്ക്. നല്ല ഭംഗിയുള്ള കളേഴ്സുമാണ്. ഇതിൻ്റെ 38 to 46 സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ആണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അവർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.